ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് പൊറോട്ടയാണ്. അതിന് എന്തൊക്കെ ആവശ്യമുണ്ട്, എങ്ങനെ ഉണ്ടാക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരാം. 1 കിലോ മൈദ, അതിലേക്ക് 1 പച്ചമുട്ട, 2 സ്പൂൺ ഡാൽഡ ഓയിൽ മിക്സ് ചെയ്ത മിശ്രിതം, 1/4 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര. അതിൻ്റെ ഒരു പാകത്തിന് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഒരു 35 to 45% വെള്ളം വേണം. അതായത് 1 കിലോയിലേക്ക് 350 ഗ്രാം ടു 400-450 വരെ ആവാം. അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കനുസരിച്ച്. കാരണം എല്ലാവരും ലൂസായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ച് എക്സ്പീരിയൻസ് ആയുള്ള ആൾക്കാർ നമ്മൾ 450 ഉപയോഗിക്കും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് വളരെ ലൂസായി കിട്ടും. ടൈറ്റ് ആകും തോറും മാവ് കണ്ടമാനം നേരം പുറത്തിരിക്കേണ്ട ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ വെള്ളം കുറച്ചും ഉപയോഗിക്കും. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 350 ml വെള്ളം ഉപയോഗിക്കുന്നു. ഇത് എനിക്ക് കണക്കറിയുന്ന കാരണം നമ്മൾ പാത്രം അളന്ന് കാണിക്കുന്നില്ല, ഏകദേശം ഇതിന്റെ കൺസിസ്റ്റൻസി കാണിക്കാം. അതിനും ആവശ്യമായ വെള്ളം നമ്മൾ ഉപയോഗിക്കാം. ഇപ്പോൾ തൽക്കാലം അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് കുഴച്ച് മാവ് സെറ്റായിട്ടുണ്ട്. മാവ് സെറ്റായ മാവിലേക്ക് ലേശം കൂടി ഡാൽഡ ഓയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിശ്രിതമാണിത്. ഒന്ന് ഒഴിച്ച് ഒന്നുകൂടിയും ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാവ് നല്ല രീതിയിൽ കുഴച്ച് റെഡി ആയിട്ട് ഈ കുഴച്ച മാവ് നമുക്ക് പൊറോട്ട കല്ലിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് സെറ്റാവാൻ സാധിക്കും. ഇങ്ങനെ ആക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടി അടച്ചു വയ്ക്കാം. നമുക്ക് ബോളാക്കി മാറ്റാം. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ബോള് ബാറ്റർ. അപ്പോൾ ഈ ബാറ്റർ നമുക്ക് ഇനി ബോളാക്കി മാറ്റാം. എങ്ങനെ ബോളാക്കി മാറ്റാൻ എന്ന് കാണിച്ചു തരാം. നേരത്തെ ഡാൽഡയുടെ ഗുണമാണിത്. ഏതെങ്കിലും ഒരു ബോൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാവ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 8 ബോൾ കിട്ടിയെന്ന് നമുക്ക് മുകളിലേക്ക് കുറച്ച് കൂടി ഡാൽഡ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് ബോൾ വീശാവുന്ന പാകമാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മളുണ്ടായിരുന്നത് കോയം പൊറോട്ടയാണ്. അത് വളരെ ചെറിയ റോള് മതി. നമുക്ക് ഗ്രീൻ പാർട്ടാക്കിയതിന് ഇങ്ങനെ എടുത്ത് നോക്കുന്നത് 3 ലെയറുകൾ മടങ്ങിയതല്ല. പല രീതിയിലും ചുറ്റാം. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ സിമ്പിളായിട്ട് ഈ റോൾ ചെയ്ത സാധനം കറക്റ്റായിട്ട് ഈ ഉള്ളിലേക്ക് വെച്ച് നമ്മുടെ കറക്റ്റായിട്ട് ആ ചുറ്റി പഞ്ചായത്ത് കറക്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ ആക്കാം. അതേപോലെ സെയിം അതേപോലെ തന്നെ ഇതിന് മുകളിലേശം എളുപ്പം കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ആറ്റ നേരത്തേക്ക് അടിയിങ്ങനെ
കഴിയാറായി. ലാസ്റ്റത്തെ ബോളാണ്. അങ്ങനെ പൊറോട്ട അടിച്ച് കഴിഞ്ഞ് പൊറോട്ട വീശി കഴിഞ്ഞ് ഈ പൊറോട്ട ചുട്ടെടുക്കാനുള്ള കടമ മാത്രം ബാക്കിയുള്ളൂ. ഇത് ഇതിനങ്ങനെ ഓർഡറായിട്ട് അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ബോൾ, സെക്കൻഡ് ബോൾ, തേർഡ് ബോൾ നമ്മൾ എടുക്കുമ്പോഴും ഈ ഫസ്റ്റ് അടിച്ച ബോൾ ആദ്യം എടുക്കും. ആ ബോൾ കറക്റ്റ് നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് എടുത്ത് കല്ലുമ്പോൾ തട്ടിയിടാൻ സുഖമായിരിക്കും. ഫസ്റ്റത്തെ ബോളിന് പകരം ലാസ്റ്റത്തെ ബോൾ എടുത്ത് അടിക്കുക, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് കഴിയുമ്പോൾ ബാറ്റർ ആ മാവിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല, മാവിലൊന്നും ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കറക്റ്റ് കളർ കിട്ടില്ല, ഭംഗി ഉണ്ടാവില്ല, ഡ്രൈ ആയിരിക്കും പൊറോട്ട. പൊറോട്ട ഡ്രൈ ആവാണ്ടിരിക്കാനുള്ള ഡ്രൈ ആവാനുള്ള മെയിൻ റീസൺ ഇതാണ്. അടിച്ച വഴിക്ക് അപ്പം തന്നെ എടുത്ത് ആ പൊറോട്ട എടുക്കും. അതിന് ചൂടില്ലെങ്കിൽ ആ ഡ്രൈനെസ് വരാൻ ചാൻസ് ഉണ്ട്. എണ്ണ കുറച്ച് ഉപയോഗിച്ചാലും ഈ ഡ്രൈനെസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പരത്തുമ്പോൾ ഇപ്പോൾ ചെറിയ ടൈറ്റ്നെസ് കാണാം, മാവ് സെറ്റ് ആവാൻ കാര്യം. അപ്പം ഒരു കാര്യം, മാവ് ഒന്നൊരു സോഫ്റ്റ് ആവട്ടെ, അപ്പോൾ ഈ കല്ലൊന്ന് റെഡിയാക്കാം. കല്ല് നല്ലപോലെ ചൂടായിട്ട് ഓയിൽ പൊറോട്ടയാണ്. അതിൽ നീട്ടി പരത്തില്ല, ചെറിയ കനത്തിൽ തന്നെ പരത്തിലുണ്ടാവും. ഒരു കന ഉണ്ടെങ്കിൽ ഓയിൽ പൊറോട്ട രസം ഉണ്ടാവുള്ളൂ. കഴിക്കാൻ ഒരു സുഖം പോകും.
ഇതേപോലെ വെന്തിട്ടുണ്ടാവും. കോയൽ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോയൽ പൊറോട്ടയുടെ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാനും മറക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.